ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ആ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കൂടി കാണിക്കാം. നിങ്ങൾ പലരും ആ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. പഠനത്തിലേറെ മിടുക്കിയായ കുട്ടി 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയിരുന്നു. പരീക്ഷാഫലം വരുന്നതിനിടയ്ക്കാണ് കുട്ടിക്ക് അപകടം സംഭവിക്കുന്നതും വിവരം പുറം ലോകം അറിയുന്നതും. തുടർന്നുള്ള അന്വേഷണത്തിൽ കുടുംബവുമായി നല്ല അടുപ്പമുള്ള മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് ആറ്റിങ്ങൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി മരണം വരെ കഠിന തടവും 8 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇനി ആറ്റിങ്ങൽ വാർത്ത എന്ന ഓൺലൈൻ ചാനൽ പോസ്റ്റ് ചെയ്ത ആ വാർത്തയ്ക്ക് വന്ന ചില കമന്റ്സ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ജഡ്ജിമാർ ജാതിമത പുരുഷ സ്ത്രീ ഭേദമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ ആ 10ാം ക്ലാസ്സുകാരിക്കെതിരെ വിധി എഴുതി. ഒരു പെൺകുട്ടി അതിക്രമത്തിന് ഇരയായി എന്ന വാർത്ത കേൾക്കുമ്പോൾ പ്രതിയെ ശിക്ഷിക്കാൻ പറയുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ വിചാരണ ചെയ്യുന്നവർ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇരയാക്കപ്പെടുന്നത് ആ പെൺകുട്ടി മാത്രമല്ല, നിങ്ങളുടെ ഈ മനോഭാവത്തിലൂടെ നമ്മുടെ സമൂഹമാണ് ഇല്ലാതാകുന്നത്. നിയമവും പോലീസും അവരുടെ ജോലി ചെയ്യട്ടെ, പക്ഷേ വിരൽത്തുമ്പിലൂടെ വിഷം ചീറ്റുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ജഡ്ജിമാരോടാണ് പെൺകുട്ടിക്ക് നേരെ നിങ്ങൾ ഉയർത്തുന്ന ഇത്തരം ആക്ഷേപങ്ങൾ നാളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ളവർക്ക് നേരെ വരുമ്പോൾ മാത്രം തിരുത്തേണ്ട ഒന്നല്ല. അതിക്രമം ചെയ്യുന്നവനെ പോലെ തന്നെ ക്രൂരനാണ് ഇരയെ പരിഹസിക്കുന്നവനും. ആ പെൺകുട്ടിക്ക് വേണ്ടത് നിങ്ങളുടെ സഹതാപമല്ല, മറിച്ച് മാന്യമായി ജീവിക്കാനുള്ള അന്തരീക്ഷമാണ്. സൈബർ ഇടങ്ങളിൽ നിങ്ങളുടെ മനുഷ്യത്വം പണയപ്പെടുത്താതിരിക്കുക. ഈ വാർത്തയിൽ പറയുന്ന ഇരയെയോ പ്രതിയെയോ എനിക്ക് നേരിൽ അറിയില്ല, പക്ഷെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇരയെ വേട്ടയാടുന്ന വേട്ടക്കാർക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളെ കാണിക്കാം.